അല്ല ഡോക്ടറെ, ഇതിപ്പോൾ 12ാമത്തെ ദിവസമായില്ലേ വെന്റിലേറ്ററിൽ. ഹോം നേഴ്സ് നളിനാക്ഷൻ സ്വന്തം അച്ഛൻ കിടക്കുന്ന പോലെ ആവലാതി പൂണ്ടാണ് അത് ചോദിച്ചത്. പക്ഷേ ഡോക്ടറുടെ മറുപടി അയാൾക്ക് ഒത്തിരി ഇഷ്ടമായി. എടോ നളിന, നമ്മൾ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നേ? അത് കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ നളിനാക്ഷൻ ഡോക്ടറുടെ മുറിയിൽ നിന്നും ഇറങ്ങി. നിറഞ്ഞ പ്രകാശമുള്ള നനുനനുത്ത തണുപ്പുള്ള ആശുപത്രി ഇടനാഴിയിലൂടെ വെന്റിലേറ്ററിൽ കിടക്കുന്ന മാത്യു ചേട്ടനരികിലേക്ക് അയാൾ നടന്നു. ചേട്ടനെ ഒന്ന് കണ്ണാടിക്കുള്ളിലൂടെ എത്തി നോക്കിയിട്ട് അയാൾ തൻ്റെ ബൈസ്റ്റാൻഡർ മുറിയിലേക്ക് പോയി ആപ്പിളുകൾ എടുത്ത് മുറിച്ച് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അയാളുടെ ഫോൺ ശബ്ദിച്ചു. മറുതലയ്ക്കിൽ ഭൂമിയുടെ അങ്ങേയറ്റത്ത് നിന്ന് മാത്യു ചേട്ടൻ്റെ ഏകമകൾ ലിസിയാണ്. അവിടെ എന്തോ വലിയ പ്രൊഫസറോ മറ്റോ ആണ്. നളിന, ഡാഡിക്ക് എങ്ങനെയുണ്ട്? എന്തായാലും താൻ എപ്പോഴും അവിടെ വേണം. ഒരു 10-15 ദിവസം കൂടി വെന്റിലേറ്ററിൽ നിൽക്കട്ടെ. എനിക്ക് അവധിയില്ല. പിന്നെ ഒട്ടും രക്ഷയില്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ മാറ്റിക്കോ. ഞാൻ വീഡിയോ കോളിൽ എല്ലാ ചടങ്ങും ചെയ്തോളാം. അയാൾ പതിവ് പോലെ മുഴുവൻ കേട്ടു. പിന്നെ പതിയെ പറഞ്ഞു, അത് ലിസി ചേച്ചി, ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ഫോൺ കട്ടായി. വളരെ സന്തോഷത്തോടെ അയാൾ നേരെ ഡോക്ടറുടെ മുറിയിലെത്തി. സാറേ, ഒരു 15 ദിവസം കൂടി വെന്റിലേറ്ററിൽ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ 10%. ആർത്തിയുള്ള കണ്ണുകളോടെ ചുണ്ടിൽ നേർത്ത പുഞ്ചിരിയുമായി നളിനാക്ഷൻ കണക്കുകൾ കൂട്ടിത്തുടങ്ങി. അവിടെ വെന്റിലേറ്റർ റൂമിൽ മാത്യു ഇട്ടിച്ചൻ എന്ന കേസ് ഷീറ്റ് തണുത്തു വിറങ്ങലിച്ച് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു.